ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ഹെൽത്തിയായ നല്ലൊരു സാമ്പാറാണ്. മുരിങ്ങയിലയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഇന്ന് ഞാനിത് ഇഡ്ഡലിക്കാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനാണ് രാവിലെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു തോരനോ മെഴുക്കുവരട്ടിയോ പിന്നെ അച്ചാറ്, പപ്പടമോ കൊണ്ടാട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ, മോര്, തൈര് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാമല്ലോ. ഇതിപ്പോൾ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അടിപൊളി സാമ്പാറാണ് മുരിങ്ങയില സാമ്പാർ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തന്നെ 2 തണ്ട് മുരിങ്ങയില പൊട്ടിച്ച് കൊണ്ടുവന്നതാണ്. ഫ്രഷ് മുരിങ്ങയിലയാണ്, ഇപ്പോൾ തന്നെ പൊട്ടിച്ച് കൊണ്ടുവന്നതാണ്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇല ഊരിയെടുത്ത് നല്ലപോലെ കഴുകി കൊണ്ടുവരാം കേട്ടോ. അതിനുശേഷം എന്താ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ചത് ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 10, 20 ചെറിയ ഉള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വലിയ ഉള്ളിയൊക്കെ ഒന്ന് രണ്ടാക്കി, ചെറുതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇട്ടു. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ഈ ചെറിയ ഉള്ളി നമുക്ക് ജസ്റ്റ് ഒന്ന് പതുക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സാമ്പാറിന് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുള്ള സാമ്പാർ നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഉള്ളി ഒന്ന് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഉള്ളി പതുക്കെ വഴണ്ട് വരാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് 2 മുരിങ്ങക്കായ നല്ലപോലെ നാരൊക്കെ ചീന്തി കഷ്ണങ്ങളാക്കി നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുരിങ്ങക്കായും കൂടി ഞാൻ ഈ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തു. അപ്പം മുരിങ്ങക്കായും ഉള്ളിയും കൂടി നമുക്ക് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങക്കായും ഉള്ളിയും നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ഒന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വഴണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 തക്കാളി, നല്ലപോലെ പഴുത്ത 2 മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങക്കായും തക്കാളിയും ചെറിയ ഉള്ളിയും അതിലേക്ക് ആവശ്യത്തിന് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ, എരിവുള്ള മുളക് പൊടി. ഇപ്പോൾ 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ സാമ്പാറിന് ഞാൻ വറുത്തരച്ചിട്ടുണ്ട്. ബാക്കി എരിവിനുള്ള മുളക് ഞാൻ സാമ്പാറിന് വറുത്തരച്ച് വെച്ചാൽ മുളകിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ സാമ്പാറിന് ഒരു പ്രത്യേക രുചി തന്നെയായിരിക്കും കേട്ടോ. ആ ഉള്ളിയും മുരിങ്ങക്കായും തക്കാളിയും മസാലയും എല്ലാം കൂടി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കൊരു പ്രത്യേക രുചി തന്നെയാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സാമ്പാറിന്. സാമ്പാർ പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സാമ്പാറിന് പരിപ്പില്ലാണ്ടത്തെ സാമ്പാറല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി സാധാരണ തോരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ് ഞാൻ കുറച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചത്. ആ വേവിച്ച് വെച്ച പരിപ്പും കൂടിയും ചേർത്ത് കൊടുത്തു. അത് പാത്രം കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഈ പരിപ്പിൽ കിടന്ന് വീണ്ടും കഷ്ണങ്ങൾ നല്ലപോലെ ഒന്ന് വേവണം. പരിപ്പും തക്കാളിയും മുരിങ്ങക്കായും ഉള്ളിയും നല്ലപോലെ വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അത് കറി നല്ലപോലെ തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. പരിപ്പിൽ കിടന്ന് നല്ലപോലെ കഷ്ണങ്ങളൊക്കെ തിളച്ച് നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. നല്ല ടേസ്റ്റാണ് എങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാറിന്. ഇതുവരെ നമ്മൾ പുളി ചേർത്തേണ്ടായില്ലല്ലോ. അതിന് വേണ്ടി സാമ്പാറിന് വാളൻ പുളി എന്നൊക്കെ പറയില്ലോ, സാമ്പാർ പുളി. അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പുളി ഒഴിച്ചു. അപ്പോൾ നല്ലൊരു സാമ്പാർ തന്നെയാണ്. പുളി ഒഴിച്ച് നല്ലപോലെ തിളയ്ക്കണം. ആ പുളിയൊക്കെ അതിൽ പിടിക്കണമല്ലോ. മസാലപ്പൊടികളും പരിപ്പും കഷ്ണങ്ങളും പുളിയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് വേവണം. അതിന് വേണ്ടി 2 മിനിറ്റ് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ തിളച്ച് വേകുമ്പോഴാണ് ആ സാമ്പാറിന് നല്ലൊരു രുചി കിട്ടുകയുള്ളൂ. അതിന് ശേഷം നമ്മൾ വറുത്തരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തു. സാധാരണ മല്ലി, മുളക്, കായം, ഉലുവ, ഉഴുന്നുംപരിപ്പ്, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ചേർത്ത് നല്ലപോലെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വറുത്ത് അരച്ച് വെച്ചതാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തത്. സാമ്പാർ പൊടിയല്ല, സാമ്പാറിന് വറുത്തരച്ചാണ് ഞാൻ ചേർക്കുന്നത്. സാമ്പാറിന് വറുത്തരച്ചതും കൂടി ചേർത്തു.
പോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സാമ്പാർ തന്നെ. നല്ല പോലെ തിളച്ച് എല്ലാം നല്ല പോലെ യോജിച്ചു കിട്ടി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടിപൊളി സാമ്പാർ കാണാനും തന്നെ നല്ല എന്താ ഭംഗിയല്ലേ. നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. മെയിൻ താരം ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇതിൻ്റെ മെയിൻ താരം ഇന്ന് ഇതിലിടുന്നത് നമ്മൾ മുരിങ്ങയിലയാണല്ലോ. മുരിങ്ങയില നമ്മൾ നല്ലപോലെ കഴുകി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കഴുകി കൊണ്ടുവന്ന മുരിങ്ങയിലയും കൂടി ചേർത്ത് കൊടുത്തു. തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിൽ കഴുകി കൊണ്ടുവന്ന മുരിങ്ങയിലയും കൂടി ഇട്ട് ആ മുരിങ്ങയിലയും കൂടി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങയിലയ്ക്ക് അധികം വേവില്ല. അപ്പോൾ തിളച്ചെടുക്കുന്ന സാമ്പാറിൽ കൂടെ 2 മിനിറ്റ് നമുക്ക് ഈ മുരിങ്ങയിലയും കൂടി ഒന്ന് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് അടിപൊളി നല്ലൊരു സാമ്പാർ, നല്ലൊരു അടിപൊളി സാമ്പാർ തന്നെയാണ് കേട്ടോ. അതിനുശേഷം ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മധുരവും പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുത്തു. സാമ്പാർ റെഡി ആയിട്ടാ. ഇനി നമുക്ക് അടുത്തത് ഒരൊറ്റ വറവാണ്. ആ വറവിലും കൂടിയുണ്ട് ഒരു രുചി. അതിന് വേണ്ടി കടുക്, മുളക്, കറിവേപ്പില, ഉലുവ എല്ലാം കൂടി ഇതാ വറുത്ത് ഇട്ടു. സാമ്പാർ റെഡിയായി. നല്ല അടിപൊളി സാമ്പാർ തന്നെ. വറവും കൂടി കഴിഞ്ഞപ്പോൾ സാമ്പാറിൻ്റെ പണി പൂർത്തിയായി കേട്ടോ. അതിനുശേഷം നമ്മൾ സാമ്പാറും കൂടി വറുത്ത് ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് സാമ്പാറും കൂടി ഒഴിച്ച് നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് സാമ്പാർ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വറുത്തിട്ട പാത്രം ഉണ്ടല്ലോ, വറുത്തിട്ട പാത്രത്തിലേക്ക് കുറച്ച് സാമ്പാർ ഒഴിച്ച് തിരിച്ച് സാമ്പാറിലേക്ക് തന്നെ ഒഴിച്ചു. അപ്പം നമ്മുടെ രുചികരമായ ഹെൽത്തി ടേസ്റ്റി സാമ്പാർ റെഡിയായി. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇഡ്ഡലിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരി അരയ്ക്കുന്നതും വെള്ളത്തിലിട്ടൊന്നും കാണിച്ചില്ല. ഇപ്പം ഇന്ന് രാവിലെ നോക്കിയപ്പോൾ മാവ് നല്ല പോലെ പുളിച്ച് പൊന്തിയിട്ട് നല്ല അടിപൊളി മാവായിട്ട് കിട്ടിയത് കണ്ടോ. നന്നായി പൊങ്ങി വന്നു. നല്ല പുളിച്ച് നല്ലൊരു ഇഡ്ഡലി മാവ് തന്നെയായി. ഇനി നമുക്ക് മാവ് ഒന്ന് കലക്കി എടുത്തിട്ട് നമുക്ക് സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി പാത്രം ഞാൻ നല്ലപോലെ കഴുകി തുടച്ച് കൊണ്ടുവന്നു. അതിൽ കുറേശ്ശെ വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഓരോരോ പാത്രത്തിൽ ഓരോ കുഴിയിലും മാവ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. എല്ലാം ഞാനിങ്ങനെ ഇഡ്ഡലി ഒഴിച്ച് കൊടുത്തു. ഇഡ്ഡലി റെഡിയായി കേട്ടോ. ഇഡ്ഡലിയായി, സാമ്പാറായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.